ഇപ്പോൾ മീനങ്ങാടിയിൽ നിന്നുള്ള NDRF സംഘത്തെ അവിടുത്തെ യൂണിറ്റിനെ അങ്ങോട്ടേക്ക് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോടും ഉള്ള സംഘത്തോടും വയനാട്ടിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വയനാട് ജില്ലാ കളക്ടറുമായി മുഖ്യമന്ത്രി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളും ഒക്കെയായി ഷീജ ഒരിക്കൽ കൂടി ചേരുകയാണ്. ജോഷില തുടരൂ. ഷീജ, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഇടപെടൽ? NDRF സംഘത്തെ അങ്ങോട്ടേക്ക് കൂടുതലായി അയക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി. തീർച്ചയായും അജിത്, മീനങ്ങാടിയിൽ നിന്നുള്ള NDRF യൂണിറ്റ് ഉടൻ സംഭവ സ്ഥലത്തെത്തും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോടുള്ള സംഘത്തോടും വയനാട് എത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ സംഘവും ഉടൻ തന്നെ പുറപ്പെടുന്നതായിരിക്കും. വയനാട് ജില്ലാ കളക്ടറുമായി നിലവിലുള്ള ഒരു സാഹചര്യം വിലയിരുത്തിയാണ് ഏത് രീതിയിൽ NDRFന്റെ കൂടുതൽ സംഘത്തെ അങ്ങോട്ടേക്ക് അയക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഏതായാലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. നിലവിൽ ഇപ്പോൾ 5 പേർക്കാണ് ഇതിൽ പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന വിവരത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ഇത് ഔദ്യോഗിക വിവരമാണ്. അനൌദ്യോഗികമായി ഒരുപക്ഷെ ഇതിൽ കൂടുതലായേക്കാം. ഔദ്യോഗികമായിട്ടുള്ള വിവരം പ്രകാരം 5 പേർക്കാണ് നിലവിൽ പരിക്കേറ്റിട്ടുള്ളത്. ഒരാൾ മരണപ്പെട്ടു എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏതായാലും അല്പസമയത്തിനകം തന്നെ മന്ത്രിമാരായ AP അനിൽകുമാറും T സിദ്ദിഖും അവർ രണ്ടുപേരും വയനാടേക്ക് പുറപ്പെടും. അതിനു മുൻപ് മാധ്യമങ്ങളെ ഉടൻ തന്നെ കാണുന്നതായിരിക്കും. തീർച്ചയായും അത്തരത്തിൽ ഭരണപരമായ ഇടപെടൽ നടക്കുകയാണ്.